يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. അഹ്ലുൽ കിതാബുകളെ, അള്ളാഹുവിൻ്റെ ആയാത്ത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് കളവാക്കുന്നത് കൂട്ടക്കാരേ? ഇത് അള്ളാഹുവിൻ്റെ ആയത്ത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞും കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അതാ ഐ ബിമാ നതഖത് ബിഹി തൗറാത്തു വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും ഒഴിഞ്ഞ് സംസാരിച്ച് പറഞ്ഞ ആയാത്തുകൾ. അതായത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ എന്ന് പറഞ്ഞത്. വദല്ലത്ത് അലാ നബുവ്വത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ നബുവ്വത്തിൻ്റെ മേൽ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലേ സയ്യിദ് ഇബ്നു സുഹൈനെല്ലാം കണ്ടുപിടിച്ചത്. വഅൻതും തശ്ഹദൂന അത്തരത്തിൽ വൽ ഹാലു അന്നകും തശ്ഹദൂന അന്നഹ ആയാത്തുല്ലാഹ്, ഈ തൗറാത്തും ഇൻജീലും അള്ളാഹുവിൻ്റെ ആയാത്താണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. എന്തിനും പിന്നെന്താ അംഗീകരിക്കാത്തത്? യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഇത് രണ്ടാമത്തെ ചോദ്യം. അഹ്ലുൽ കിതാബുകളെ, നിങ്ങൾ എന്തിനാണ് ഹക്കിനെയും ബാത്തിനെയും കൂട്ടിക്കുഴക്കുന്നത്? തഖ്ലിതൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ബാത്തിലിനോട് കൂട്ടിക്കുഴച്ച്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഏതാ ഹക്ക് ഏതാ ബാത്തിൽ? അൽ മുറാദു ബിൽ ഹഖ് കിതാബുല്ലാഹ്, ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കിതാബ്. അല്ലദീ അൻസലഹു അലാ മൂസ വ ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ മേലിറക്കിയ ഇത് തൗറാത്ത്, ഈസ അലൈഹിസ്സലാമിൻ്റെ മേലിറക്കിയ ഇൻജീൽ. വലിയ ബാത്തിൽ എന്ന് പറഞ്ഞില്ലേ, ഹക്കിന് ബാത്തിലിനോട്. വബിൽ ബാത്തിൽ കൊണ്ട് ഉദ്ദേശം മാ ഹർറഫൂഹു വകതബൂഹു ബിഐദീഹിം, അവർ എന്താക്കി? ഭേദഗതി വരുത്തിയിട്ട് അവർ കൈകൊണ്ട് എഴുതിയുണ്ടാക്കി. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്ക് വെച്ചിട്ട് ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചു. അപ്പം പാപങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇത് മുഴുവനും തൗറാത്തിൽപ്പെട്ടതാണ്. വയഖ്ലിതു അഹദഹാ ബിൽ ആഖർ വബിഖൽതി, മൂന്നല്ലേ ഉള്ളു. ഒന്ന് തൽബിസൂന, മറ്റൊന്ന് ഹക്ക്, മറ്റൊന്ന് ബാത്തില്. അപ്പൊ ഹക്ക് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞു, ബാത്തിൽ കൊണ്ട് ഉദ്ദേശം ഇവർ എഴുതിയുണ്ടാക്കിയെന്നും പറഞ്ഞു. ഇനി രണ്ടും കൂടെ ഖൽത്തുണ്ട്, കുഴക്കലുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽ ആഖർ, ഹക്കിനെയും ബാത്തിനോട് കുറ്റിയത്. ഇബ്റാസു ബാത്തിലിഹിം ഫീ സൂറത്തിൽ ഹഖ്, ഹക്കിന്റെ കോലത്തിലാക്കി എന്താക്കും? ബാത്തിൽ ഇറക്കും. നമ്മുടെ ഇമാമിങ്ങളെ കിതാബിലൊക്കെ മറ്റവർക്ക് ഏറ്റവും ചെറിയ മാതിരി. ബിഅൻയഖൂലു, എന്നിട്ട് പറയുക അൽ കുല്ലു മിൻ ഇൻദില്ലാഹ്. ഇത് അൽ ബഖറ സൂറത്തിൽ ഇതേ ആയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അല്ലാഹുവിനെ വെക്കുന്നുള്ളതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇതാണ് കൂട്ടിക്കുഴക്കൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ തൗറാത്ത് ഇൻജീലും വേർതിരിക്കാൻ കഴിയാത്ത ആൾ, ഇത് വേർതിരിക്കാൻ കഴിയാത്ത ആൾ എന്താക്കും? എല്ലാം തൗറാത്താന്ന് വിചാരിക്കും. അതുപോലെ നമ്മളെ കാണാത്ത അഖീദ കിതാബിലൊക്കെ നിങ്ങൾ കൈ കടത്തിയിട്ടുണ്ടല്ലോ. അതാ എന്നിട്ടോ വതഖ്തുമൂനൽ ഹഖ്, ഹക്കിനെ മറച്ചു വെക്കുകയും ചെയ്യും. അത് ഹക്ക് ആ നബുവത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ നബുവത്തിനെയും വനഅതഹു, തങ്ങളുടെ മതകളെയും അവർ മറച്ചു വെക്കും. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ടാണ്, അറിയിട്ടല്ല. ഐ അന്നഹു ഹഖ്ഖുൻ സാബിത്തുൻ ഫീ കിതാബിക്കും, നിങ്ങളുടെ കിതാബിൽ അത് സാബിത്തായ ഹക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും അതാണ് തീർന്നത്. വേറൊരു തെറ്റ് ഓരോന്നിങ്ങനെ ഉണ്ടായിരുന്നു. وقال طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره. ഇതവർ പരസ്പരം പറഞ്ഞതാണ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു തായിഫത്ത് പറഞ്ഞു, അല്ല എല്ലാവരും പറഞ്ഞു എന്നല്ല, ഒരു തായിഫത്ത് പറഞ്ഞു. വഹും റുഅസാഉഹും വകുബറാഉഹും, അവർ ആരാണ്? ആ തായിഫത്ത് അവരെ നേതാക്കന്മാരും അവരെ ഖുബറാവുമാണ്. ആരോടാ പറഞ്ഞത്? ലി അത്ബാഹിം, അവർ അത്ബാഹികളോട് പറയുന്നു. ആമിനു ബില്ലദീ ഉൻസില അലല്ലദീന ആമനു, മുഅ്മിനീങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? വിശ്വസിക്കണം. വജ്ഹന്നഹാർ എന്ന് പറഞ്ഞാൽ രാവിലെ വിശ്വസിക്കാം. അപ്പോൾ വജ്ഹന്നഹാരുടെ താലൂക്ക് എടുത്തേക്കുന്ന ആമിനുവിലേക്കാണ്, അല്ലാണ്ട് രാവിലെ ഇറക്കപ്പെട്ടത് എന്നല്ല. രാവിലെ വിശ്വസിക്കുക, വൈകുന്നേരം ഒന്നാക്കാം നിങ്ങൾ പിന്മാറുക.
അപ്പം ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പിന്മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താക്കും മുഅ്മിനീങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് എന്താക്കും തോന്നിക്കളി നേരത്തെ വാഴ്പ്പാക്കുന്നു. ഓർ വിശ്വസിച്ചല്ലോ വിശ്വസിച്ചു, ഓർ പിന്തിരിഞ്ഞല്ലോ കാരണം ജനങ്ങൾ കാട്ടും പോലെ കാട്ടണം തന്നെ. ചേര തിന്ന നാട്ടിൽ പോയാൽ ചേരയും തിന്നണം എന്നല്ലേ പറഞ്ഞത് പണ്ടേ. അതിനൊക്കെ ദലീലുകളുണ്ടല്ല. ഇത് അതാണ് ഇജ്മാഅ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാ ഫീ അവലിഹി വജ്ഹന്നഹാർ എന്ന് പറഞ്ഞാൽ നഹാറിന്റെ അവലില്. അപ്പൊ ഈ അവലിന് വജ്ഹ് എന്താ പേര് വന്നത്? മനസ്സിലായില്ല. നോടല്ലേ അന്ന അവലന്നഹാരി ഹുവ അവലു മാ ദഹറ മിൻഹു. പകലിൽ നിന്ന് ആദ്യമായി വെളിപ്പെടുന്ന സാധനമാണ് അവലുൻ നഹാർ. ഇതുപോലെ കമാ അന്നൽ വജ്ഹ അവലു മിൻ മാ യദ്ഹറു മിൻ അഅ്ളാഇൽ ലിസാൻ. മനുഷ്യന്റെ അഅ്ളാഇൽ നിന്ന് ആദ്യമായി വെളിപ്പെടുന്നത് മുഖം. അപ്പൊ അതിനോട് തശ്ബീഹാക്കി എന്നർത്ഥം. ഏതിനെ? പകലിൽ നിന്ന് വ്യക്തമാകുന്ന ആദ്യ ഭാഗം ശരീരത്തിൽ നിന്ന് വ്യക്തമാകുന്ന ആദ്യ ഭാഗത്തിനോട് തശ്ബീഹാക്കി എന്താക്കി? പിന്നെ തശ്ബീഹും ബലീഗാക്കി. തശ്ബീഹും ബലീഗാക്കിയിട്ട് പിന്നെ ഇസ്തിആറത്താക്കിയിട്ട് ആ വജ്ഹ് തന്നെ ഭേദം കൊടുത്തു. അതാ ഇതിന് തന്നെ കിതാബ് മുഖ്തസറിലൊക്കെ പറഞ്ഞതു. ആകെ 3 ഇവിടെ ഉള്ളത്. മിൻബൽ മുലാഖാത്തിന്റെ അവസരത്തിൽ ആദ്യമായി പ്രകടമാകുന്ന മുവാജഹത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാകല്? അവർ അർത്ഥമായി കൊണ്ട് പറയുന്നു, പകലിന്റെ അവസാനത്തിൽ നീ എന്താകണം? കളവാക്കുകയും വേണം. ഐ അദ്ഹിറു മാ അൻതും അലൈഹി മിനൽ കുഫ്രി ബിഹി. കുഫർ കൊണ്ടെന്താക്കണം? നിങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലോ അത് ഫി ആഖിറിൻ നഹാർ, പകലിന്റെ അവസാനത്തെ. അപ്പം എന്താക്കി? മുഅ്മിനീങ്ങളെ കളിയാക്കലും കൂടിയായി. അല്ല മൂഹിമീന, അവർ സൂചിപ്പിക്കുന്നത് ലഹും ഈ മുഅ്മിനീങ്ങളോട് അന്നക്കും ആമൻതും ബിഹി ബാദിയർ റഅയി മിൻ ഗൈരി തഅമ്മുലിൻ, കൂടുതൽ ആലോചിക്കാതെ പെട്ടെന്ന് വിശ്വസിച്ചു പോയതാണ് എന്താക്കണം തോന്നി. എന്നിട്ട് ഹക്ക് തിരിഞ്ഞപ്പോൾ എന്തായാലും ഒരു പിന്മാറി ഇത് കാണിക്കാനാണ്. സുമ്മ തഅമ്മൽതും ഫീഹി, പിന്നീട് നിങ്ങൾ അതിൽ ആലോചിച്ചത്രേ. ഫബഖഫ്തും അലാ ഖലലി റഅയിക്കുമുൽ അവ്വൽ, ഒന്നാമത്തെ അഭിപ്രായം മോശപ്പെട്ടതാണ് എന്നെന്താക്കി നിങ്ങൾക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയത്തും എന്ന് വൈകുന്നേരം എന്തായി? സത്യം തിരിഞ്ഞപ്പോൾ മാറിയതാണ് എന്ന് തോന്നിപ്പിക്കാൻ. ഈ തോന്നലാണെന്ന് എന്താക്കും? അതിനെക്കുറിച്ച് തോന്നുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ സംഗതി ഇല്ലാണ്. അതെന്തിനാണ്? അത് ഓരോ വാക്ക് തീർന്നിട്ടില്ല. ലഅല്ലഹും യർജിഊൻ, അപ്പം എന്താക്കും? മുഅ്മിനീങ്ങൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അല്ല ലഅല്ലഹും അൽ മുഅ്മിനീന, ലഅല്ലാന്റെ ഹുമ്മല്ലേ, അപ്പൊ നസ്ബല്ലേ വേണ്ടത്. അപ്പൊ മുഅ്മിനീന, അൽ മുഅ്മിനീനൊക്കെ ഇവിടെ നസ്ബ് കിട്ടിയ എന്നാന്ന് പറഞ്ഞതാ യാവ്. യർജിഊന, മുഅ്മിനീങ്ങൾ മടങ്ങാൻ സാധ്യതയുണ്ട്. അമ്മാഹും അലൈഹി മിനൽ ഈമാനി ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുന്ന ഒന്നിൽ നിന്ന്. ഇതുപോലെ കമാ റജഅതും, നിങ്ങൾ മടങ്ങി വന്നില്ലേ വൈകുന്നേരം ഒത്തുകളി എന്നതുപോലെ. അപ്പൊ വൽ മുറാദു ബി ത്വായിഫ, ഈ ത്വായിഫത്തിൽ വഖാല ത്വായിഫത്തുൻ എന്ന ത്വായിഫത്ത് ആരാണ്? അവര് പേര് പറഞ്ഞിട്ടില്ല. കഅബ് ബിനുൽ അശ്റഫ്, മാലിക് ബിൻ സൈഫ്, ഇവർ രണ്ടാളും വന്നു. അവർ 2 വ്യക്തികളാണെങ്കിലും ഒരു ത്വായിഫത്തിന്റെ സ്ഥാനത്തായി. കാരണം അവർ പറഞ്ഞ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങ് വരും. ഖാല, അവർ രണ്ടാളും പറഞ്ഞു ലിഅസ്ഹാബിഹിമാ, അവരുടെ കൂട്ടക്കാരോട്. എപ്പോൾ? ലമ്മ ഹുബിലത്തിൽ ഖിബിലത്തു, ഖിബില തെറ്റിച്ചില്ലേ ബൈത്തുൽ മുഖദ്ദസിന്ന് കഅബയിലേക്ക്. അപ്പോഴാണ് ആമിനു ബിമാ ഉൻസില അലൈഹി മിനസ് സ്വലാത്തി ഇലൽ കഅബ, കഅബയിലേക്ക് നിസ്കരിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ എന്താക്കുക. എന്നിട്ടോ കഅബ തെറ്റാണ് എന്ന് വൈകുന്നേരം തിരിഞ്ഞപ്പോൾ എന്തായി? വീണ്ടും ഫൈലക്കന്നെ. അതാ ഫസല്ലു ഇലൈഹ അവലന്നഹാർ, പകലിന്റെ ആദ്യത്തിൽ അങ്ങോട്ട് നിക്കിരിച്ചോ. സുമ്മ സല്ലു, പിന്നെ നിക്കിരിച്ചോ ഇല സഹറത്തി, സഹറയിലേക്ക്, ഇത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ആഖിറഹു, അവസാന ഭാഗത്ത്. ലഅല്ലഹും യഖൂലൂന, അപ്പോൾ മുഅ്മിനീങ്ങൾ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത്? ഹും അഅലമു മിന്ന, നമ്മളെക്കാൾ വിവരമുള്ള ആളുകളല്ലേ അവരൊക്കെ, അവർ തൗറാത്ത് ഇഞ്ചിലൊക്കെ പഠിച്ചോട്ടല്ലേ എന്ന് വന്നിട്ട് അവർ പോലും മാറിയില്ലേ, അപ്പം നമ്മൾ എന്തുകൊണ്ട് മാറിയില്ല എന്ന് ഉണ്ടാക്കും, ഒരു ഫിത്ന ഉണ്ടാക്കും.
വഖദ് റജഊ അവർ മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫയർജിഊന ഇവരും മടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ കണക്കൂട്ടുന്നത്. ഇതെല്ലാം അവരുടെ വാക്കിലാണ്, അവരുടെ വാക്ക് തീർന്നിട്ടില്ല. ഇനി വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും, അതിന്റെ ബാക്കിയുണ്ട് അയ്യുതാ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും, അതും അവരുടെ മക്കോലിപ്പെട്ടതാണ്. അതിൻ്റെ ഇടയിൽ എന്താക്കിന്നറിയോ കടത്തി ഇന്നൽ ഹുദാ ഹുദല്ലാഹ് മുഅ്തറദ ജുംലിയാണ്. അപ്പം വലാ തുഅ്മിനു അവർ പരസ്പരം പറയുന്നു, ഇത് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനയല്ല, അവർ പരസ്പരം പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല ഇല്ലാ ലിമൻ തബിയ ദീനക്കും, നിങ്ങളെ പാർട്ടിയിൽപ്പെട്ട ആളല്ലാണ്ട് വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ ഒന്നും അംഗീകരിക്കാൻ പാടില്ല. പാർട്ടിക്കൂറ് അതിന് രണ്ട് ദോഷമുണ്ട്. ഒന്ന്, നിങ്ങൾ കിട്ടിയ പോലെ അംഗീകാരം മറ്റവർ കിട്ടിപ്പോകും. ഈ അംഗീകാരം നമുക്ക് കിട്ടിയ അംഗീകാരം മറ്റേലേക്ക് കടന്നു പോകുമല്ലോ, അതാകാൻ പാടില്ല. രണ്ടാമത്തേത് അള്ളാഹ് നടക്കൽ ഹുജ്ജത്തായി മാറുകയും ചെയ്യും. അതാണ് രണ്ടെണ്ണം പേടിച്ചത്. അതാ പറയുന്ന ഓടിയിട്ടില്ല. വലാ തുഅ്മിനൂന അള്ളാഹ് നമ്മുടെ കൽപ്പിക്കുന്ന നഹിയല്ല, ഇത് ഒരു പരസ്പരം പറയുന്നതാണ്. നേരെ മുസാഫപ്പെടുത്തിട്ട് ഖുർആനിലുണ്ട്. അങ്ങനെയല്ലല്ലോ അവരെ മക്കൂലാത്ത്. ഏത് ആമിനു ബില്ലദീ ഉൻസില എന്ന് പറഞ്ഞില്ലേ ആദ്യോ, അതിന്റെ ബാക്കി വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനകും, നിങ്ങളുടെ ദീന അതാ യഹൂദിയോളോ നസാറാനോ അല്ലാത്ത ആളെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അലാ തുഖിറു ബി തസ്ദീഖിൽ ഖൽബി, പറ്റിയ ആളല്ലാതെ. ആരാണ്? ഐൽ അഹ്ലി ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ അഹ്ലുകാർ. ലാ ലിമൻ തബിഅ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ലമ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുകയും മുസ്ലിം ആവുകയും ചെയ്തവരെ അംഗീകരിക്കാൻ പാടില്ല. അപ്പൊ വലാ തുഖിറു ബിദാലിക എന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് നിങ്ങൾ ഇഖ്റാർ ചെയ്യാൻ പാടില്ല ബി തസ്ദീഖ് ഖൽബി ഇല്ലാ ലി അഹ്ലി ദീനിക്കും, നിങ്ങളെ ദീനിന്റെ അഹ്ലുകാരെ അല്ലാണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അതിന്റെ അടക്കെന്താക്കിന്നറിയോ, ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, ശരിയായ ഹുദ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹുദയാണെന്ന് എന്താക്കി മുഅ്തറദ്. യഹ്ദി ബിഹി മൻ യശാഉ ഇലൽ ഈമാൻ, ആ ഹുദ കൊണ്ട് അല്ലാഹു തആല എന്താക്കും, ഈമാനിലേക്ക് ഹിദായത്തിലാക്കും. വയുസബ്ബിതുഹു അലൈഹി, അവരുടെ മേൽ അവർ അല്ലാഹു തആല ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. ഫലാ യളുറു കൈദുകും വഹിയലുകും, നിങ്ങളുടെ ചതിയും നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും അവർക്ക് ബുദ്ധിമുട്ടാക്കൂല. അടക്കുന്ന ഇടക്ക് വെച്ചിട്ട് അതെ ഫഅ്തൂ മിസ്ലി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫ്അലൂ. അങ്ങനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അല്ലേ, ഇടക്ക് ഓലെന്താ കൊണ്ടുവരാൻ കഴിയൂല. വഇല്ലം തഫ്അലൂന ജവാബ് വരുന്നേ ഉള്ളൂ. ഫത്തഖുൻ നാറല്ലതി വഖൂദുഹന്നാസ് എന്ന് പറഞ്ഞിട്ട്. വഇല്ലം തഫ്അലൂന്റെ ഷർത്തിന്റെയും ജവാബിന്റെയും ഇടയിൽ എന്താക്കി വലം തഫ്അൽ കഴിയൂല കേട്ടോ എന്നിടക്കുന്നടാ പറഞ്ഞു വെച്ചു. എന്നതുപോലെ മുഅ്തറദായ ജുംലിയാണ് ഇത് ഇന്നൽ ഹുദാ ഹുദല്ലാഹ്. അവ വഹുവ ഇത്റാദുൻ, അത് മുഅ്തറദായ ജുംലിയാണ്. മുഖയ്യിദിൻ ലികൗനി കൈദിഹിം ഗൈറ മുജിദിൻ ലിഖാഇൽ, അവരുടെ ചതികളും ഇവരുടെ പ്രവർത്തനങ്ങളും കുറേ തന്ത്രങ്ങളും മെനക്കെട്ടില്ല. രാവിലെ വിശ്വസിക്കുക, വേദന പിൻവലിക്കുക, മാറ്റി പറയുക, എന്തല്ലേ, അതൊന്നും ഒരു ഫലവും വരുത്തൂല എന്നുള്ളതിന് കൈതു കൊടുക്കാൻ വേണ്ടി എന്താക്കി മുഅ്തറദായ ജുംല കൊടുത്താൽ അള്ള തീരുമാനിച്ചാണ് തീരുമാനം. നിങ്ങൾ ചതിക്കാൻ വിചാരിച്ചാൽ ആദ്യം ചതിയപ്പെടൂല. എന്നിട്ടോ ഇങ്ങനെ അംഗീകരിച്ചാലുണ്ടാകുന്ന കുഴപ്പം എന്താണ്? അൻയുത അഹദും മിസ്ല മാ ഊതീതും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിന് തുല്യമായിട്ട് വേറെ കിട്ടിപ്പോകും. അത് കിട്ടാൻ പാടില്ല. എന്താ നിങ്ങൾക്ക് നൽകട്ടെ? അത് ഇല്ലത്തുൻ, അത് അതിന്റെ കാരണമാണ്. ഇത് അൻയുത ഇല്ലത്ത്, ഇല്ലത്തിന് എന്തില്ല ലി അൻയുത എന്ന ലാമ കൊടുത്തുള്ള ബി തഖ്ദീരിൽ ലാമി, അവിടെ ലാമിനെ സങ്കല്പിക്കണം. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അഞ്ഞുകുത്താൻ്റെ അവിടെ ഒരു ലാമ സങ്കല്പിക്കുക, അംഗീകരിച്ചാൽ ഉണ്ടാകുന്നത് ഇങ്ങനെ സംഭവിച്ചു പോകും. അത് സംഭവിക്കരുത്. അതല്ല അഞ്ഞുകുത്ത ഐ കൊൽത്തും ദാലിക്കൽ കൗല,
ആ കൗലിനെ നിങ്ങൾ പറഞ്ഞെന്തിന്? വദബ്ബർതുമുൽ കൈദ, ആ ചതിയെ നിങ്ങൾ തദ്ബീറുണ്ടാക്കിയതും ലിഅൻ യുഅത അഹദും മിസ്ല മാ ഉഅതീതും മിൻ ഫദ്ലിൽ കിതാബി വൽ ഇൽമി, കിതാബിന്റെയും ഇൽമിന്റെയും ഫളിനാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട എന്താകും വേറാക്ക് കിട്ടിപ്പോകുന്നു. ഔ യുഹാജ്ജുക്കും, അല്ലെങ്കിൽ അവർ എന്താക്കും ഹുജ്ജത്ത് പിടിക്കും. യൗമൽ ഖിയാമത്തിൽ ഫയഗ്ലിബുക്കും ബിൽ ഹുജ്ജ, ഹുജ്ജത്ത് കൊണ്ട് എന്താക്കും അവർ നിങ്ങളെ മറികടന്ന് കളയുന്നു. രണ്ട് പേടിയാന്ന് ഓർക്കുക. അതാ ഇവിടെ ഒരു അവ്യക്തത വന്നതുകൊണ്ട് ശാരിഹ പറയുന്ന ലം യൽഹർ മഅനൽ ആയത്തി ബി തഫ്സീർ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ പ്രകാരം ആയത്ത് കൊച്ച് അവ്യക്തതയുണ്ട്. അതാ വ തൗലീഹുൽ ആയത്തി, ആയത്തിന്റെ കൃത്യമായ വെളിപ്പെടുത്തലില്ല. അന്നൽ യഹൂദ യൂസി ബഅദുഹും ബഅദൻ, യഹൂദികൾ പരസ്പരം വസിയത്ത് പറയും. ഫയഖൂലു ലാ തുസദ്ദിഖൂ ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീൻ അംഗീകരിച്ചവർക്കല്ലാണ്ട് നിങ്ങൾ അംഗീകാരം കൊടുക്കാൻ പാടില്ല. അതാണ് ഏത് വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനക്കും എന്ന് പറഞ്ഞത്. വൻദുറൂ ഫീമൻ ഇദ്ദഅ നുബുവ്വ, നബുവ്വത്ത് വാദിച്ച ആളിലൊന്ന് നിങ്ങൾ ചിന്തിക്കണം. ഫൈൻ കാന മുത്തബിഅൻ ലിദീനിക്കും, നിങ്ങളെ ദീനിനെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഫസദ്ദിഖൂ, അവർ തസ്ദീഖാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാൻ പാടില്ല. തങ്ങൾ ഇവരെ ഖുറാഫാത്ത് അംഗീകരിക്കൂലല്ലോ. അപ്പൊ വഇല്ലാ ഫകദിബൂഹു വലനി വലാ തുഖിറൂ ലി അഹദിൻ ബിൻ നുബുവ്വത്തി, നബുവ്വത്ത് കൊണ്ട് ഒരാൾക്കും നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. ഇല്ല ഇദാകാന അലാ ദീനിക്കും, നിങ്ങളെ ദീനനുസരിച്ച് വിശ്വസിക്കുന്ന ആളായാൽ ഒഴികെ. അപ്പോൾ തങ്ങൾ അംഗീകരിക്കേണ്ടെന്നൊന്നില്ലേ? അതിന് ഖശിയത അൻ യുത അഹദും മിസ്ല മാ ഊതീതും, അതിൻ്റെ അർത്ഥം അൻ യുത അഹദും മിസ്ല മാ ഊതീതുവിന്റെ വായനയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നുണ്ട്, എന്തിന്? കിതാബിന്റെ ഫളില്, അത് മറ്റവർക്ക് കിട്ടിപ്പോ. വഖശിയത അൻ യുഹാജ്ജൂക്കും, അതിൻ്റെ അർത്ഥം ഔ യുഹാജ്ജൂക്കും എന്ന് ഖുർആന്റെ മത്തിൻ നോക്കുക. ബിഹി ഇൻദ റബ്ബിക്കും, റബ്ബിന്റെ അടുക്കൽ പോയാൽ എന്താക്കും? നമ്മൾക്ക് എതിരെ ഹുജ്ജത്താക്കും. അപ്പൊ ഫൈദ അഖ്റർതും ബിനുബുവ്വത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബുവ്വത്ത് കൊണ്ട് നിങ്ങൾ ഇഖ്റാറാക്കി പോയെങ്കിൽ തകൂനു ലഹുൽ ഹുജ്ജ, അവർക്ക് ഹുജ്ജത്താകും. ആർക്ക്? മുസ്ലിമീങ്ങൾക്ക്. ഇവരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെന്ന് വരും യൗമൽ ഖിയാമ. അതാണ് ഔ യുഹാജ്ജൂക്കും. മുമ്പ് എന്താക്കിയാലൊന്ന് ഷറഹ് ചെയ്തിട്ട് നന്നാക്കി. അവർക്ക് രണ്ട് പേടിയാണ്. എന്നാ പിന്നെ ഇതിനെല്ലാം മറുപടി എന്താണ്? ഖുൽ ഇന്നൽ ഫളല ബിയദില്ലാഹി യുഅതീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളലിൽ അലീം. ഖുൽ ഇന്നൽ ഫളല, തീർച്ചയായും ഫളലി അൽ ഹുദാ വത്തൗഫീഖ, ഹിദായത്തും തൗഫീഖും അല്ലാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ബി ഖുദ്റതിഹി വ മശീഅതിഹി ആണ്. യദ് എന്ന് ഇങ്ങനെ തന്നെ കയ്യിലുണ്ടെന്നല്ല. അപ്പൊ എന്താക്കി അവിടെ യദ് എന്നുള്ളത് മുത്തശാബിഹായ കാരണത്താൽ ഖുദ്റത്ത് മശീഅത്ത് എന്താക്കി തഅ്വീൽ കൊടുത്തു. അത് അതിൽ മനസ്സിലാക്കാലോ. യുഅതീഹി മൻ യശാ, അത് മൻ യശാഊന് കൊടുക്കും. മൻ യശാഊന മഫ്ഊലാനേത് മിൻ ഇബാദിഹി, ഇബാദിൽ നിന്ന്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിയാണ് എന്ന് ഇങ്ങനെ വിശാലത കൂടിയുന്ന അല്ല. കാമിലുൽ ഖുദ്റ, ഖുദ്റത്ത് കാമിലായവൻ. അലീമുൻ കാമിലുൽ ഇൽമി, ഇൽമ് കാമിലായവൻ. അപ്പൊ ഫലി കമാലിൽ ഖുദ്റത്തി, ഖുദ്റത്തിന്റെ കമാലിന്റെ കാരണത്താൽ യസിഹു സഹീഹാകും അൻ യതഫല്ലല അലാ അയ്യി അബ്ദിൻ യശാ, ഏത് അബ്ദിന് കൊടുക്കണമോ അത് കൊടുക്കൽ സഹീഹാകും. അല്ല ഇന്നാക്ക് കൊടുത്തുകൂടാന്ന് ആർക്കും തടസ്സമില്ല. ഇന്നാക്ക് കൊടുക്കണമെന്നും കൊടുത്തുകൂടാന്നും അത് കമാൽ ഖുദ്റത്താണ്. വലി കമാലി ഇൽമിഹി, അത് വാസിന്റെ മാന പറഞ്ഞു. ഇനി അലീമ് വരണ്ടേ? വലി കമാലി ഇൽമിഹി ലാ യകൂനു ശൈഉൻ മിൻ അഫ്ആലിഹി ഇല്ലാ അലാ വജ്ഹിൽ ഹിക്മത്തി വസ്സവാബ്, അവന്റെ അഫ്ആലിൽ നിന്നുള്ള ഒന്നും ഉണ്ടാകൂല, അത് ഹിക്മത്തിന്റെയും സവാബിന്റെയും വജ്ഹിൽ മേല അല്ലാതെ കണ്ടു. അപ്പൊ അല്ലാഹു തആലക്ക് രണ്ട് വസ്ഫുണ്ട്. ഒന്ന് വാസിയാണ്, അലീം. അലീമായതുകൊണ്ട് എന്താക്കുന്നുണ്ടെങ്കിലും ഹിക്മത്ത് സവാബിന്റെ മേൽ ഒത്തിട്ടേ വരികയുള്ളൂ. വാസി ആയതുകൊണ്ട് ഇന്നാക്ക് കൊടുക്കാം ഇന്നാക്ക് കൊടുക്കാൻ കഴിയൂല എന്നില്ല. എന്നിട്ടോ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ ഐ യജ്അലു റഹ്മതഹു മഖ്സൂറതൻ അലാ മൻ യശാ,
അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ ഉദ്ദേശിക്കുന്ന ഒരാളെ മേലിൽ എന്താണ് മഖ്സൂറത്താണ്, അപ്പുറത്തേക്ക് വിട്ടുകിടക്കൂല. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം കിലാഹുമാ, ഇത് രണ്ടെണ്ണം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ എന്ന ജുംലയും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം എന്ന ജുംലയും തദ്യീലുൻ, ഒരു അനുബന്ധം കൂട്ടിക്കൊടുക്കലാണ്. ഇതിനോട് ലിമാ കബല, മുമ്പെന്താ പറഞ്ഞാൽ അള്ളാഹു തആലാന്റെ കയ്യിലാണ് ഫദ്ല്, അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുത്തുകൂടാ എന്ന് തീരുമാനിക്കേണ്ടത് അവനാണ്, കൊടുക്കുന്നതിനെ തടയാനും കഴിയൂല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു അനുബന്ധമാണ് ഇത് യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ, രണ്ട് ജുംല മുഖദ്ദിറുൽ ലിമദ്മൂനിഹി. അപ്പോൾ ഫൽ ഹസദു ഹുവല്ലദീ ദഫഅൽ യഹൂദ ഇലാ ഹാദാ, ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യലിലേക്ക് ജൂതന്മാരെ തള്ളിവിട്ടത് ഹസദാകുന്നു എന്നായി. നേരത്തെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഹസദ് തുടങ്ങി. ഖാലൽ അസ്മഈ പറയുകയാണ്, റഅയ്തു അറാബിയൻ, ഒരു അറാബിനെ ഞാൻ കണ്ട്, അതാ അലൈഹി 120 സന, 120 വയസ്സായ ഒരു അറാബി. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാ തവ്വല ഉംറക, നിന്റെ ആയുസ് ഇത്ര നീളാൻ കാരണം എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞത്, തറക്കത്തുൽ ഹസദ ഫബഖീതു, ഞാൻ ഹസദിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ദീർഘകാലം ജീവിച്ച് എന്നതിന് കാരണമായി പറയാൻ. വക്കീല, അപ്പം തന്നെ ഹസദ് വെക്കാത്താക്ക് നല്ല ആരോഗ്യം കിട്ടും, മറ്റേ നമ്മൾ ഒരുങ്ങി വരിക്കല്ലേ. വക്കീല മിൻ അലാമാത്തിൽ ഹാസിദി, ഹാസിദിൻ്റെ അലാമത്ത് എന്തെന്നറിയോ? അയ്യത്തമല്ലക്ക് ഇതാ ഷഹീദ, കൺമുമ്പിൽ കണ്ട വലിയ സ്നേഹിതനാണെന്ന് പ്രകടിപ്പിക്കും, സ്നേഹപ്രകടനമായിരിക്കും. അപ്പം മറഞ്ഞു പോകുമ്പോൾ തന്നെ കുറ്റം പറയാൻ തുടങ്ങും. ഒന്ന് പോയി കിട്ടിട്ടെന്നെ. എന്നിട്ടോ വയസ്മത്തു ബിൽ മുസീബത്തി ഇദാ നസലത്, മറ്റു എനിക്ക് എന്തെങ്കിലും മുസീബത്ത് ഇറങ്ങിയാൽ എനിക്ക് വലിയ സന്തോഷമാവും, ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നു. ഇത് 3 അലാമത്തുണ്ട്. وأنشدوا وإذا أراد الله نشر فضيلة طويت أتاح لها لسان حسودي. ഇത് ഖുശൈരിയിലുണ്ടല്ലോ, റിസാലത്തുൽ ഖുശൈരി മുറിയത്. لولا اشتعال النار فيما جاوزت ما كان يعرف طيب عرف العود. وإذا أراد الله, അല്ലാഹു തആല വേണ്ടുക വച്ചെങ്കിൽ, നശ്റ ഫളീലത്തിൻ തുവിയത്ത്, ഫളീലത്തിൻ്റെ സിഫത്താണ് തുവിയത്ത്, ചുരുട്ടി വെക്കപ്പെട്ട അല്ലെങ്കിൽ മറച്ചു വെക്കപ്പെട്ട ഒരു ഫളീലത്ത് പുറത്ത് പ്രഖ്യാപിക്കണമെന്ന് അല്ലാഹു വേണ്ടുക വെച്ചാൽ എന്താക്കും? അതാഹലഹ ലിസാനു ഹസൂദി, ഹസദ് വെക്കുന്ന ആളെ നാവെന്താക്കുന്നൊരു ആ ഫളീലത്തിനെ മുഴുവനും വിളിച്ച് പുറത്തിടും. ഓറെ കൊണ്ട് കിട്ടുന്നൊരു നേട്ടാന്നത്. അസൂയക്കാർ ഇപ്പുറത്തേക്ക് കൂടി വരും, എന്നിട്ട് ഇയാൾക്കുള്ള ഫളീലത്ത് മുഴുവനും എടുത്തിട്ട് പുറത്തിടും. അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉലുവാനോ ഊതെല്ലാം കാണുന്നില്ലേ, അങ്ങനെ തന്നെ വെച്ച വലിയ മണമൊന്നുണ്ട്, തീക്കത്തിട്ടാൽ എന്താക്കും നല്ല മണക്കാൻ തുടങ്ങുന്നു. അപ്പം ലിസാനു ഹസൂദാന്ന് ഏത്? തീ. ലൗലസ്റ്റിആലുന്നാരി, തീയിൻ്റെ ആ ജ്വലിക്കലില്ലായിരുന്നുവെങ്കിൽ, ഫീമാ ജാവറത്ത്, അതുമായി ബന്ധപ്പെട്ട വസ്തുവിൽ, മാ കാന യുറഫു തീബ് ഉറഫിൽ ഊദി, ഊദിൻ്റെ പരിമളം ആർക്കും അറിയില്ലല്ല, അതിങ്ങനെ എടുക്കും മൂക്കിന് വെച്ചോക്കണ്ടേ. ഫലാ ബുദ്ദ മിൻ നിസാലതിഹി അൻഹാ, അത് നഫ്സിനെ തൊട്ട് ദൂരീകരിക്കാണ്ട് പറ്റൂല. അതെങ്ങനെ ദൂരീകരിക്കും? ബി കസ്റത്തി തൗഹീദ് വൽ അദ്കാർ, തൗഹീദ് അദ്കാറിനെ വർദ്ധിപ്പിക്കുക. വ റുഅയത്തിൽ ആസാരി മിനല്ലാഹിൽ ജബ്ബാർ, ലോകത്ത് കിട്ടുന്ന എല്ലാം അല്ലാഹുവിന്റെ കൈമെന്ന് പോകുന്നതാണ്. അപ്പോൾ അല്ലാഹുവിനോട് എതിർക്കാൻ പറ്റൂലല്ലോ. കാരണം ഫൈന്ന തബായുന മഖാമാത്തി അഫ്റാദിൽ ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ വ്യക്തികളെ മഖാമാത്തിന് മാറ്റമുണ്ടല്ലോ, ഫിൽ ഇൽമിലാവട്ടെ വൽ അമലിലാവട്ടെ, വസായിരി സിഫാത്തിൽ ഫാദിലത്തി, മേത്തരം സിഫാത്തിലാവട്ടെ, അത് റഹ്മത്തുല്ലഹും, അള്ളാഹുവിൻ്റെ റഹ്മത്താണത്, അതിനോട് മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ. വലം യകുൻ ദാലിക ഇല്ലാ ബി തഖ്ദീരിൽ അസീസിൽ ഹലീമായ, അള്ളാഹുവിൻ്റെ തഖ്ദീർ കൊണ്ടല്ലാണ്ട് ഉണ്ടാവില്ല. ഇതൊക്കെ മുമ്പ് ചുരുക്കി പറയുന്നു. ഓരോന്നും ദൂരീകരിക്കേണ്ട കാര്യമുണ്ട്, ഹയ്യയിലുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, എന്ത് രോഗമുണ്ടോ അതിനെടുത്ത് ഞാൻ എന്താക്കും, ചെക്ക് അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ അടയാളങ്ങളും എല്ലാം പറയും, അതിന് ചികിത്സ എന്താണ് അവൻ പറയുന്നല്ലോ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഈയനോട് ഇത്ര ദേഷ്യോ.
വഖദ് ദമ്മല്ലാഹുൽ ഹാസിദീന, ഹാസിദീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുണ്ട്. ഫീ കിതാബിഹി, കിതാബിൽ, ഖുർആനിൽ. قال الله تعالى أم يحسدون الناس على ما آتاهم الله من فضله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളിലിനാൽ അവർക്ക് കൊടുത്ത കാര്യങ്ങളെ മേൽ ഹസദ് വെക്കുന്നുവോ? അതിനെ കുറ്റപ്പെടുത്തിയിട്ടാ പറയുന്നു. അപ്പൊ ആ നിഅമത്ത് കൊടുത്തതാര്? അല്ലാഹു തആലയാണ്. ഇനി ഹസദ് പോലെ തോന്നിക്കുന്ന മറ്റൊന്നുണ്ട്. ഏത്? ഗിബ്തത്ത്. എന്താ ഗിബ്തത്ത്? ആ സാധനം കാണുന്നുണ്ട്, അതുപോലെ എനിക്കും കിട്ടണമായിരുന്നു ആഗ്രഹിക്കല്. അതിന് മോശമില്ല. മറ്റൊന്ന് നഷ്ടപ്പെടാൻ ലക്ഷ്യമില്ല. മറ്റേത് എനിക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നഷ്ടപ്പെട്ട് കാണണമെന്നേ ആഗ്രഹമുള്ളൂ. ഇവിടെ എന്തുണ്ട്? നമുക്ക് കിട്ടണം, നഷ്ടപ്പെടണം എന്നുള്ള ചിന്തയില്ല. അതുപോലെ രണ്ടു കാര്യത്തിൽ നിന്നല്ല പറഞ്ഞു. ഒരാൾക്കല്ലാതെ സമ്പത്ത് കൊടുത്ത് അതുകൊണ്ട് ധാരാളം ഔദാര്യം ചെയ്യും. എനിക്കും പൈസ ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. മറ്റൊരാൾക്ക് അല്ലാഹു തആല ഇൽമു കൊടുത്ത് അതുകൊണ്ട് ആളെ പഠിഞ്ഞു കൊടുക്കുന്നുണ്ട്, അമലും ചെയ്യുന്നുണ്ട്. അതുപോലെ ആവണം. അതാ ഗിബ്തത്ത്. അതും രണ്ടും രണ്ടാണ്. വഅമ്മൽ ഗിബ്തത്തു ഫഹിയ മഹ്മൂദ. ഗിബ്തത്ത് മഹ്മൂദത്താണ്. അത് ലാ ഹസദ ഇല്ലാ ഫി ഇസ്നത്തൈനി. ഇൽമില്ലാത്ത അവൻ എല്ലാവരും അംഗീകരിക്കുന്ന കാണുമ്പോൾ അവനെ അടിച്ചിത്താൻ വേണ്ടി പിന്നെ സാഹിൻ്റെ അടുത്ത് പോകില്ലേ? പിന്നെ അവൻ മുണ്ടാൻ പാടില്ല. കിതാബ് തുറന്നാൽ എന്താ എനിക്ക് മുണ്ടാൻ കഴിയാണ്ടിരിക്കണം. അല്ല, ഹസദ് എന്നാ ഹദീസിലുള്ളത്. ലാ ഹസദ ഇല്ലാ ഫി ഇസ്നത്തൈനി. അപ്പൊ ഹസദ് ഞാനെന്താ പറഞ്ഞത്? ഗിബ്തത്തെന്ന് അർത്ഥം കൊടുക്കുന്നു. രണ്ട് കാലത്തിൽ അല്ലാണ്ട് അംഗീകരിക്കപ്പെടൂല ഗിബ്തത്ത്. മറ്റുള്ള എന്ത് കിട്ടിയാലും കിട്ടാൻ ആഗ്രഹിക്കണ്ട. നസ്അലുല്ലാഹു സുബ്ഹാനഹു വ തആല അൻ യുഹല്ലിയനാ ബിസിഫാത്തി ശരീഫ. ശരീഫായ സിഫാത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ ചമയിക്കണം. വൽ അഖ്ലാഖിൽ ലതീഫത്തി, അഖ്ലാഖുകളെ കൊണ്ടും. വയുജന്നിബിനൽ ഹസദ വൽ ബഗ്ളാ, ഹസദും ഹസനത്തോടെ കൊണ്ടുണ്ടാകുന്ന ബഗ്ളാവ്. ഹസദിനാലാണ് ബഗ്ളാ ഉണ്ടാകുന്നത്. അതും അല്ലാഹു തആല ഒഴിവാക്കണം. അവ സബബും ഒഴിവാക്കാനും മുസബ്ബബ് ഒഴിവാക്കാനും എന്താക്കി പറഞ്ഞു. സബബേത ഹസദ്, ഹസദിനാലുണ്ടാകുന്ന മുസബ്ബബാണ് ബഗ്ളാ. ഒരു പാരഗ്രാഫ് കൂടെ പോട്ട്. ومن أهل الكتاب من إن تغمنه بقنطار يؤديه إليك ومنهم من إن تغمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما. അഹ്ലുൽ കിതാബില് വിശ്വസിക്കാൻ പറ്റുന്ന ആളും വിശ്വസിക്കാൻ പറ്റാത്ത ആളും വിശ്വസിക്കാൻ ചതിക്കുന്ന കൂട്ടരുണ്ടെന്നാ പറഞ്ഞത്. അല്ലേ? വമിൻ അഹ്ലിൽ കിതാബി പെട്ടതാണ് മൻ, ഒരു കൂട്ടർ. ഇൻ തഅ്മൻഹു ബിഖിൻതാർ, വലിയൊരു കിൻതാർ കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ വിശ്വസിച്ച്. എന്താ കിൻതാർ? അൽ മുറാദു ബിൽ കിൻതാരി ഹൗന അൽ അദദുൽ കസീർ, വലിയ ഒരു സംഖ്യ. എന്നാലും യുഅദ്ദിഹി ഇലൈക, അവർ നിങ്ങൾക്ക് വിട്ടിത്തരും. ഒരു തട്ടിപ്പും ഇല്ലാണ്ട് വിട്ടിത്തരും. ലക്ഷങ്ങൾ കൊടുത്താലും എന്താക്കും? കൃത്യം. മിൻ ഗൈരി ജഹദിൻ വ നഖ്സിൻ, അത് സംഖ്യയിലൊന്നും ചുരുക്കലുമില്ല നിഷേധിക്കലുമില്ല. ഒന്ന് ജഹദുമില്ല, മറ്റൊന്ന് ഉള്ളത് കുറക്കലുമില്ല. ആരാണ്? അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പോലെയാണ്. ഇസ്തൗദഅഹു ഖുറശിയുൻ, ഒരു ഖുറശി ആയ മനുഷ്യൻ മൂപ്പർക്ക് വദിയത്ത് വെക്കാൻ കൊടുത്ത് 1200 ഊഖിയത ദഹബൻ, 1200 ഊഖിയ ദഹബ്, വലിയൊരു സംഖ്യയായി. അങ്ങനെ ഫഅദ്ദഹ ഇലൈഹി, മൂപ്പർ കൃത്യമായിട്ട് വദിയത്ത് സൂക്ഷിച്ച് മടക്കി കൊടുത്തു. ഫഅഹ്ലുൽ അമാനത്തി, അപ്പൊ അമാനത്തിന്റെ അഹ്ൽ ആരാന്നത്? മിൻ അഹ്ലുൽ കിതാബിൽ നിന്ന് ഹുമുല്ലദീന അസ്ലമു, മുസ്ലിമായ വിഭാഗം. അബ്ദുല്ലാഹി ബിൻ സലാം മുസ്ലിം അല്ലേ? ഇനി രണ്ട്, വമിൻഹും മൻ ഇൻ തഅ്മൻഹു ബിദീനാർ, ഒരു ദീനാർ കൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചതിച്ചിട്ടുണ്ടാവും, അത് കട്ടെടുത്തിട്ടുണ്ടാവും. എന്താ? വൽ മുറാദു ബിദ്ദീനാരി ഹുനാം, ഇവിടെ ദീനാർ തന്നെ അല്ല, ഹാഹുനാൽ അദദുൽ ഖലീൽ, കുറച്ച് സംഖ്യ എന്നേ അർത്ഥമുള്ളൂ. അതെന്തായാലും നിൽക്കണ്ട, ദീനാർ തന്നെ ആവണ്ട. ലാ യുഅദ്ദിഹി ഇലൈക, അത് നിങ്ങൾക്ക് മടക്കി തരൂല. ആരാണ്? കഅബ് ബിൻ അഷ്റഫാണ് ഉദ്ദേശിച്ചത്. ഇസ്തൗദഅഹു റജുലുൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് വദിയത്ത് വെച്ചു. ദീനാറൻ, ഒരു ദീനാർ വെച്ച്. വദിയത്ത് വെക്കലുണ്ടല്ലോ, പക്ഷെ ഫലം യുഅദ്ദിഹി, അത് കൊടുത്തതുമില്ല. വജഹദഹു, അങ്ങ് തന്നിട്ടേ ഇല്ല, നിഷേധിച്ചു.
അപ്പോൾ ഫദമ്മഹു തആല, അല്ലാഹു തആല അതിന് ആക്ഷേപമായിട്ട് പറഞ്ഞതാണ്. ഫഅഹ്ലുൽ ഖിയാനത്തി മിൻഹും, അപ്പോൾ ഖിയാനത്ത് ആരാക്കൽ? ഹുമുല്ലദീന ബഖൗ അലൽ യഹൂദിയ്യത്തി വൻ നസ്റാനിയ്യത്തിൻ്റെ മേലിൽ ഇപ്പം ഉള്ള ആളുകൾ. വൽ മഅന, ചുരുക്കത്തിൽ പറയാ, അന്ന ഫീഹിം മൻ ഹുവ ഫീ ഗായത്തിൽ അമാന, വലിയ അമാനത്തുള്ള ആളുകൾ അക്കൂട്ടത്തിലുണ്ട് എന്നാ പറഞ്ഞു വരുന്നത്. അബ്ദുല്ലാഹ് ബിൻ സലാം ഒരു മസലി കുറേ ഉള്ളൂ എന്നല്ലല്ലോ. ഹത്താ ലവൈതു മിൻ അലൽ അംവാലിൽ കസീറത്തി, ധാരാളം മുതലുകൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വസിച്ചാൽ അദ്ദൽ അമാനത ഫീഹ, അതിലുള്ള അമാനത്ത് അവർ നിർവഹിക്കും. അതായത് വിഭാഗം മൻ ഇൻ തഅമൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക. ഇനി വമിൻഹും മൻ ഹു ഫീ ഗായത്തിൽ ഖിയാന, ഖിയാനത്തിന്റെ അങ്ങേയറ്റം വെച്ച കൂട്ടരുണ്ട്. ഹത്താ ലവൈതു മിൻ ഫി ശൈഇൽ ഖലീൽ, ചെറിയ ശൈഉൻ ഖലീലായാൽ ഫഇന്നഹു യഖൂൻ, അവർ എന്താക്കും? ചതിക്കും. അതേതാണ്? വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക, പക്ഷെ ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, നിങ്ങൾ അവരെ മേൽ നിലനിന്നാലല്ലാണ്ട്, അതായത് കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് ഓർ അപ്പം തന്നെ പിടികൂടി നിന്നാൽ എന്താക്കും? കിട്ടും. കൈമെന്ന് വിട്ടാൽ പിന്നെ അവർ കാണൂല. അങ്ങനെ വിട്ട അധിക പണക്കാർ അങ്ങനെ തന്നെയാണെന്നില്ല. വായ്പ വാങ്ങി മടക്കി കൊടുക്കാണ്ടല്ലോ പണക്കാരായിട്ട് ഇങ്ങനെ നടക്കുന്ന ആള് എത്ര 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 വ്യക്തികളുണ്ട്. പരാതിക്കാരെന്ന് പറയാം, എൻ്റെ പൈസ എന്നാളെ ഗെയിമിലുള്ളത്, ഞാൻ നെയ്ച്ചുണ്ടാക്കിയ പൈസ എന്ന് ഓരോ ഗെയിം നടക്കുന്നു. കാരണം ഈ പാവത്തിനൊന്നും കഴിയൂല. അതാ ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ ഐ ലാ യുഅദ്ദിഹി ഇലൈക ഫീ ഹാലിൻ, ഒരു ഹാലിലും മടക്കി ഇല്ലാ ഫീ ഹാലി ദവാമി ഖിയാമിക, അവിടെ കിട്ടിയിട്ടേ പോകുന്നുണ്ടെന്നൊക്കെ പിടികൂടിയിട്ട് നിർത്തിയിട്ട് തന്നിട്ട് പോകാന്നിട്ട് പിടികൂടിയാലല്ലാണ്ട് ഔ ഫീ വഖതി ഖിയാമിക, മാദുംതാന്റെ അർത്ഥം പറയുന്നത്. അല്ലെങ്കിലോ അലാ റഅ്സിഹി മുബാലിഗൻ ഫീ മുതാലബത്തിഹി, അതിനെ തേടുന്ന വിഷയത്തിൽ മുബാലഗ ചെയ്തുകൊണ്ട് നിന്നെ വിടൂല എന്നോട്ട് പിടിച്ചു നിർത്തിയാലല്ലാണ്ട്. എങ്ങനെ? മുതാലബ ഫീ തഖാദി വൈഖാമത്തിൽ ബയ്യിന, തെളിവ് ഹാജരാക്കി കൊണ്ടിട്ട് എന്താക്കണം? കടം വീട്ടാൻ വേണ്ടി പിടികൂടിയാൽ എന്താക്കും? നിർബന്ധത്തിനായിട്ട് കൊടുത്തുനിന്ന് വരും. അതിന് അവർക്കെന്താ തെളിവെന്നറിയോ? സാധുക്കൾ എന്ത് ചെയ്താലും നമ്മളല്ല ചോദിക്കൂല എന്നൊരു എത്തിക്കാതെ അതിൽ നിന്ന് വെച്ച് പുലർത്തിയിട്ടുണ്ട്. ആ, സാധുക്കളായിട്ട് പോയി നമ്മളെ നല്ല നമ്മളെ വാർത്താണ്. അദാഉൽ ഹുഖൂഖിനെ ഉപേക്ഷിച്ചുകൊണ്ട് വഞ്ചന കാട്ടുന്നത് എന്തുകൊണ്ടാണ്? ബി അന്നഹും, അവര്, ഐ ബി സബബി അന്നഹും, സബബി ഖാലു, അവർ പറയുന്നു, ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ, നമ്മളെ പേരിൽ ഒരു സബീലുമില്ല ഉമ്മിയാക്കളുടെ കാര്യത്തിൽ. ഉമ്മിയാക്കളെ ഫീ ശഅനി മൻ ലൈസ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ പെടാത്ത കൂട്ടർക്കാണ് ഉമ്മീനാന്ന് വിളിച്ചത്. കാരണം അവർക്ക് എഴുത്ത് അറിയില്ല, വായന അറിയില്ല, ഒരു കിതാബ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഉമ്മീയങ്ങൾ എന്ത് ചെയ്താലും നമ്മളവര് ചോദ്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. സബീലുൻ ഇതാബുൻ വ മുആഖദത്തുൻ, പിടികൂടലോ വലിയ ആക്ഷേപമോ ഉണ്ടാവില്ല. ഈ ഉമ്മി എന്നുള്ള ലഫ്ദ് എന്താണ്? വൽ ഉമ്മിയ്യു മൻസൂബൻ ഇലൽ ഉമ്മിലേക്ക് മൻസൂബാക്കിയിട്ടാണ് നിസ്ബ ചെയ്തത് ഉമ്മിയ്യ്. മക്കയിലേക്ക് നിസ്ബ ചെയ്താൽ എന്ന് പറയും മക്കിയ്യ്, മദീനയിലേക്ക് നിസ്ബ ചെയ്താൽ മദനിയ്യ്. ഈ പറയുന്നില്ലേ? വസുമ്മിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് പേരുണ്ട് എന്ത്? ഉമ്മിയ്യ്. എന്തുകൊണ്ട്? ലിഅന്നഹു കാന ലാ യക്തുബു, തങ്ങൾക്ക് എഴുതിയില്ല. അപ്പൊ എഴുതാൻ അറിയാത്താക്കും എന്ത് പറയും? ഉമ്മിയ്യ് എന്ന് പറയും. അപ്പൊ അഹ്ലുൽ കിതാബ് എന്താ? ഉമ്മി എന്ന് പറഞ്ഞാൽ കിതാബ് ഇറക്കപ്പെട്ടിട്ടില്ലാത്ത മറ്റു മതസ്ഥർ. വദാലിക ലിഅന്നൽ ഉമ്മ അസ്ലു ശൈ, ഒരു ഷൈഇന്റെ അസ്ലാണ് ഉമ്മ, അല്ലേ? അപ്പം ജനിക്കുമ്പോൾ എന്താണ്? ജഹ്ലോ ഇൽമോ? ഏതാ അസ്ല്? ജഹല്. അപ്പൊ എന്താക്കും? ആ ജഹലിലേക്ക് ചേർക്കപ്പെട്ടു. എഴുത്തും വായനയും അറിയാത്ത ആൾക്ക് ജഹലുണ്ടാകൽ സ്വാഭാവികമാണ്. ഫമൻ ലാ യക്തുബു ഫഖദ് ബഖയ അലാ അസ്ലി ഹാലിഹി, അതാ ഒരാൾ എഴുതാനും അറിയാത്ത ആൾ അസ്ൽ ഹാൽ എന്താണ്? ഫി അല്ലാ യക്തുബ, എഴുതാതെയും വായിക്കാതെയും ഇങ്ങനെ ഇരിക്കുമ്പോ ജാഹിലായിരിക്കലെന്ന്. പക്ഷെ തങ്ങൾക്കതല്ലേ? ഉമ്മിയായിട്ട് ഇൽമുണ്ടാവുക എന്നുള്ളത് മുഅ്ജിസത്താന്നാ പറഞ്ഞത്. എന്നിട്ടോ
വയഖൂലൂന അവർ പറയുന്നു അലല്ലാഹിൽ കദിബ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നു. ഉമ്മീങ്ങളെ ചതിച്ചാല് കുറ്റമില്ല, ഇതില്ല, ശിക്ഷയില്ല എന്ന് അള്ളാഹ് പറഞ്ഞല്ലേ ഇവർ പറയുന്നു. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു നീതിയാണ്. ഇത് നമ്മളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ദഅവ ചെയ്യുന്നു. വഹും യഅലമൂൻ, അത് അവർക്കറിയാം. നമ്മൾ കളവാ ഇങ്ങനെ അള്ളാഹുവിന്റെ കലിമാത്തിന്റെ അവസ്ഥ. തമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദിലാ അയന്നഹും കാദിബൂന മുഫ്തറൂന അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ കളവാണ് പറയുന്നത് എന്ന് അവർക്കറിയാം. വദാലിക ലിഅന്നഹും ഇസ്തഹല്ലു ദുൽമ മൻ ഖാലഫഹും, അവർക്ക് എതിരായി വരുന്ന എല്ലാവരെയും ദുൽമ ചെയ്യാമെന്ന് അവർ സ്വന്തം ഹലാലാക്കിയതാണ്. വഖാലു ലം യജ്അൽ ഫി തൗറാത്തി ഫി ഹഖിഹിം ഹുറുമ, കാരണം അവർ പറയുന്നത് അവരുടെ ഹക്കിൽ ഒരു ഹുറുമത്തും തൗറാത്തിൽ അല്ലാഹ് ഇതില്ല എന്നാണ് പറയലുണ്ടായത്. ഫഖദ് കദബു ഫീ ദാലിക അലല്ലാഹ്, കദബു അല ഫീ ദാലിക അലല്ലാഹ്, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ മേൽ ഇവർ കളവാണ് പറഞ്ഞത്. ഗസാലി ഇമാമിന്റെ മേൽ കളവ് പറഞ്ഞതുപോലെ അവരെ വാദം ഇന്ന കിതാബിലുണ്ടെന്ന് പറയില്ലേ. വദാലികൽ സർവ ദീനുകളിലും അമാനത്ത് വാജിബാണ് എന്നുള്ളത് ആരും തർക്കമില്ല. ഒരൊറ്റ കിതാബിലും വ്യത്യാസമില്ല. വഹബ്സു മാലിൽ ഗൈരി വൽ ഖിയാനത ഫീഹി ഹറാമുൻ, അന്യരുടെ പൈസ പിടിച്ചു പറിക്കലും അതിൽ ഖിയാനത്ത് ചെയ്യലും ഹറാമാണ് എന്ന് എല്ലാ ദീനിലും പറയപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ തൗറാത്ത് അനുസരിച്ചാണ് ഇവർ ചതിച്ചത് എന്ന് പറയുന്നത് കളവാണ്. ബല, നമ്മൾ സംസാരത്തിൽ പറയില്ല ബല ഇരിക്കട്ടെ എന്നവരില്ലേ, ഇസ്ബാത്തുമാനഫഹു, ഇവർ നഫി ചെയ്തതിന് ഇസ്ബാത്താക്കലാണ്. ഐ ബല അലൈഹിം ഫിൽ ഉമ്മയ്യീന സബീൽ, എന്താ നഫി ചെയ്തതിന്? ലൈസ അലൈനാ ഫിൽ ഉമ്മയ്യീന സബീൽ, ഉമ്മീങ്ങളായ വിഭാഗത്തിനെ ചതിച്ചാല് നമുക്ക് യാതൊരു ഇതും ഇല്ല എന്ന് പറഞ്ഞതിന് ആ ബല ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. കണ്ടോ? മൻ ഔഫാ ബി അഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, ഒരാള് അവരുടെ കരാറ് കൊണ്ട് പൂർത്തിയാക്കി. മൻ അതമ്മ ബി അഹദില്ലാഹി അല്ലദീ അഹിദഹു ഇലൈഹിം ഫി തൗറാത്തി, തൗറാത്തിലൂടെ അല്ലാഹു തആല അവരോട് കരാറ് ചെയ്ത കരാർ ഒരാൾ പാലിച്ചു. അതുപോലെ വാഖദ മീസാഖഹും അലൈഹി, തൗറാത്ത് പോലെ നമുക്കെന്താക്കും അനുസരിച്ചു കൊള്ളാം എന്നുള്ള മീസാക്ക് വാങ്ങിയിട്ടുണ്ട്. മിനൽ ഈമാനി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്നും വഅദാഇൽ അമാന, അമാനത്ത് വീട്ടണമെന്നുണ്ടല്ലോ. അങ്ങനെ ഒരാൾ പൂർത്തിയാക്കി വത്തഖാ ഐ ശിർക വൽ ഖിയാനത്തിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, ആ മുത്തഖീങ്ങൾ അല്ലാഹു തആല മഹബ്ബത്ത് വെക്കും. മുത്തഖീനാലെ മുതാല കൂട്ടി അനിൽ ഖദ്രി വൽ ഖിയാന, ചതിക്കലിനെ തൊട്ടും ഖിയാനത്തിനെ തൊട്ടും നഖ്ലിൽ അഹ്ദി, കരാറ് പൊളിക്കലിനെ തൊട്ടും എന്താക്കി കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ. ഇത്തക്കാല മഫ്ഊലിന് തഅല്ലുഖ് കൊടുക്കുമല്ലോ. അപ്പോൾ അല്ലാഹു തആല അവരെ മഹബ്ബത്ത് വെക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഫഇന്നല്ലാഹ യുഹിബ്ബുഹു, അല്ലാഹു തആല അവരെ സ്നേഹിക്കുമെന്നർത്ഥം. ഫിൽ ഹദീസ് ഷരീഫി അർബഉ മൻ കുന്ന ഫീഹി, 4 കാര്യമുണ്ട് അതാരിലെങ്കിലും ഉണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസൻ, ഖാലിസായ മുനാഫിഖായി. വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടായാൽ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖിൽപ്പെട്ട ഒരു കാര്യം ഉണ്ടായി 25% ഉണ്ടായി, 2 ഉണ്ടായ 50% ഉണ്ടായി, 4 ഉണ്ടായ 100% ഉണ്ടായി. ഹത്താ യദഅഹബൻ, ഒഴിവാക്കിയിട്ട് തൗബ ചെയ്യുന്നത് വരെ. ഇത് ഒന്ന് ഇത് ഇത്തുമിന ഖാന, അതാണ് ഹദീസ്. അതിൻ്റെ ഇടയിൽ ഇത് ഇത്തുമിനാന്റെ മഴയാണ് ജഅല അമീനൻ വവദഅ ഇൻദഹു അമാനതൻ, അവനെ അമീനാക്കി അവൻ്റെ അടുക്കൽ ഒരു അമാനത്ത് വെച്ചാൽ ഇവനെന്താക്കും? ഖാന, ചതിക്കും. വഇദാ ഹദസ കദബ,
സംസാരിച്ചാൽ കളവ് പറയും. 2 വൈദ ആഹദ ഖദറ, അവനോട് എന്തെങ്കിലും ഒരു ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടി എന്താക്കും, പൊളിച്ചിട്ട് അതിന് ചതി വരുത്തും. വൈദ ഖാസമ ഫജറ, അവനുമായി തർക്കിച്ചാൽ ഫജറ എന്ന് പറഞ്ഞാൽ മാല അനിൽ ഹക്ക്, അവിടെ ഹക്കും ബാത്തിലും നോക്കലുണ്ടാവില്ല. ഫജറ. അപ്പൊ വലൈസൽ ഖറദു അന്ന ആയത്തുൽ മുനാഫിഖ് മഹ്സൂറത്തുൻ ഫീഹ. ഇനി ഈ 4 കാര്യം പറഞ്ഞത് കൊണ്ട് ഈ 4-ൽ മുന്നസ്സരാണ് എന്ന് മനസ്സിലാക്കണ്ട. ഇനിയും 100 കണക്കിന് കാര്യം വരാം ഈ ഹദീസിൽ. 4 ബൽ കുല്ലു മൻ അബ്തന ഖിലാഫ മാ അൽഹറ, വെളിവാക്കിയ ഒന്നിന്റെ മറിച്ചുകൊണ്ട് എന്താക്കി മനസ്സിൽ മറ്റൊന്നുണ്ടെങ്കിൽ ഫഹുവ മിനൽ മുനാഫിഖീൻ, അവ മുനാഫിഖിൽ പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് ഫഅലൽ ആഖിലി അൻ യൂഫിയ ബിഅഹദിഹി ഫിസ്സറാഇ വല്ലറാഇ, രഹസ്യത്തിലും പരസ്യത്തിലും കരാറ് കൊണ്ട് പൂർത്തിയാക്കലും വയജ്തഹിദ ഫീ മുഹാഫളതിഹി, അതിനെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ നല്ലോണം പരിശ്രമിക്കുകയും ചെയ്യൽ വാജിബാണ്. ഹുക്കിയ അന്ന ശാബൻ അഖദ മഅല്ലാഹി അഖദൻ അല്ലാ യൻദുറ ഇലാ ശൈഇൻ മിൻ മുസ്തഹ്സനാത്തി ദുനിയ, ഒരു ഷാബ് അള്ളാഹുവിനോട് സത്യം ചെയ്തൊരു കരാറ്, എന്താ, ദുന്യാവിന്റെ മുസ്തഹസനാത്ത് ഞാനൊന്നും നോക്കൂല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂല. യൗമൻ, അങ്ങനെ ഒരു ദിവസം അയാൾ നടന്നു, ബിസൂഖിൻ, അങ്ങാടിയിൽ കൂടി നടന്നപ്പോൾ ഫറഅ മിൻതഖതൻ മുറസ്സഅതൻ ബിൽ ദുർരി വൽ ജൗഹർ, മുത്തും മാണിക്യങ്ങളും മറ്റൊക്കെ കൊത്തിപ്പതിക്കപ്പെട്ട ഒരു അരപ്പട്ട അദ്ദേഹം റോഡുമ കാണുന്നു. ഫനദറ ഇലൈഹ, അതിലേക്ക് എന്താക്കി നോക്കി. ഫഅജബത്തു, അയാളെ വല്ലാണ്ട് അത് ആകർഷിച്ചു. അപ്പൊ എന്താ, ആദ്യത്തെ കരാറ് പൊളിഞ്ഞ മാതിരിയായി. സുമ്മ മദ അന്ന, പിന്നെന്താക്കി, മൂപ്പർ പോയി കളഞ്ഞു. വഖദ് നദറ ഇലൈഹി സാഹിബുഹ, ഇയാൾ നോക്കുന്നതും പോകുന്നതിന് സാഹിബ് കാണുന്നുണ്ട്. ഫലമ്മാ ദഹബ അൻഹു, അദ്ദേഹം പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഫ്തഖദഹ ഫലം യജിദ്ഹ, ഇയാൾ നഷ്ടപ്പെട്ടു. ഇയാളെ കൈമന്ന്, ആരെ, മുതലാളിയുടെ കൈമന്ന് അത് കിട്ടുന്നില്ല. അപ്പം മുസ്രിയൻ, അതാക്കി ആ ചെറുപ്പക്കാരനാണ് കട്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, അയാളെ പിന്നാലെ പോയി. അയാൾ നല്ലോണം നോക്കുന്ന കണ്ടിട്ട് ഹത്താ തഅല്ലഖ ബിശ്ശാബ്, ഷാബിനെ പിടികൂടി. വഖാല യാ അയ്യാർ, അയ്യാർ എന്ന് പറഞ്ഞാൽ അയ്യാ സാരിഖു, കള്ള, മിൻ തഖതി, എൻ്റെ അരപ്പട്ടയും കൊണ്ടാന്ന്. വസിഫത്തുഹ കൈത വകൈത, അതിൻ്റെ സിഫത്ത് ഇന്ന തരത്തിലാണ്. ഫഅമറ ബിതഫ്തീഷിഹി, അതെന്താക്കി പരിശോധിക്കണമെന്ന് കൽപ്പിച്ചു. ഫവജദുഹ അലാ വസ്തിഹി, നോക്കുമ്പോൾ അത് കിട്ടി, ഇയാളെ വസ്തുതി. ഫഖാല ലഹു സുൽത്താൻ, സുൽത്താൻ പറഞ്ഞ്, യാ ഫതാ അമാ തസ്തഹി, ചെറുപ്പക്കാരാ, നീക്ക് നാണയില്ലേ, തൽബസുൽ ലിബാസൽ അഖ്യാർ വതഅമൽ അമൽ ഫുജ്ജാർ, നല്ല കൂട്ടക്കാരുടെ വസ്ത്രം ചമഞ്ഞിട്ട് ഫുജ്ജാരിങ്ങളെ പണിയെടുക്കുകയാണോ? ഫനദറൽ ഫതാ ഇലൽ മിൻതഖതി, മിന്തക്കയിലേക്ക് എന്താക്കി ഈ ഫത നോക്കിയിട്ട് ഫഖാല മൗലായ അല്ലിഖാല അല്ലിഖാല, പഠിച്ചോനെ അന്ന ഇത് മോചിപ്പിക്കണം എന്ന് പറഞ്ഞു അള്ളാഹിനോട്. ഇലാഹി ലാ അഊദു ഇലാ മിസ്ലിഹാ, ഇതുപോലത്തേലേക്ക് ഞാൻ നോക്കൂല എന്നും പറഞ്ഞിട്ട്. ഫഅമറ സുൽത്താനു അൻ യദ്രിബ, ഇയാൾക്ക് അടി കൊടുക്കാൻ അങ്ങനെ കൽപ്പിച്ച്. ഫജുദിൽ യദ്രിബു, അടിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി വസ്ത്രമെല്ലാം ഒഴിഞ്ഞു വെച്ച്. ഫഇദാഹും ബിസൗത്തിൻ യുസ്മഉ വലാ യുറാ, ഒരു സൗത്ത് കേൾക്കുന്നു പക്ഷെ അയാളെ ആളെ കാണുന്നില്ല. യഖൂലു ദഊഹു വലാ തദ്രിബു, അയാളെ വെറുതെ വിടണം, അടിക്കണ്ട എന്ന് പറഞ്ഞു. ഇന്നമാ അറദ്നാ തഅദീബഹു, അദ്ദേഹത്തിന് തഅദീബ് പഠിപ്പിച്ചതാണ് നമ്മൾ. ഫവസബ സുൽത്താനു ഇലൽ ഫതാ, ഉടനെ എന്താക്കി സുൽത്താൻ ചാടി വന്നിട്ട് ഈ ഫതൽ വഖബ്ബലഹു ബൈന ഐനൈഹി, അയാളെ 2 കണ്ണിൻ്റെ ഇടയിൽ ചുംബിച്ച്. സുമ്മക്കാല അഖബിർനി അൻ ഖിസ്സതിക, നിന്റെ കിസ്സ എന്താണെന്നോ? ഫഅഖബറഹു, അപ്പൊ കിസ്സ പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ ദുന്യാവിലെ മുസ്തഹസനാത്തിലേക്ക് നോക്കൂല, അഥവാ സമുദ്രിക്ക് വെച്ചാൽ നോക്കിപ്പോയത് കൊണ്ട് എന്താക്കി കള്ളന്റെ ശിക്ഷയെ കിട്ടാൻ പോന്നു. ഫഅഖബറഹു ഫതഅജ്ജബ മിൻ ദാലിക്, അങ്ങനെ അത്ഭുതപ്പെട്ട്. സുമ്മ ഖറഅ വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദൂ, അവിടെ പറഞ്ഞില്ല ലൈസൽ ബിർറാന്റെ ആയത്തിലുണ്ടത്. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി എന്ന ആയത്തിന്റെ ബാക്കിയിൽ വലാകിന്നൽ ബിർറ മൻ ആമന, അത് അൽ ബഖറയിൽ ഓതി കഴിഞ്ഞു പോയത്. വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദൂ എന്ന് പറഞ്ഞ ആയത്തോതി. ഫഖാല സാഹിബുൽ മിൻതഖ, എന്ത് പറഞ്ഞെന്നറിയോ? ആയ മുതലാളി, സഅൽതുക ബില്ലാഹി ഇല്ലാ മാ ഖബിൽതഹാ മിന്നി,
അത് എൻ്റെ വക്ക നിങ്ങൾ സ്വീകരിക്കാണ്ട് പറ്റൂല എന്ന് വിന്തക്ക് അയാൾക്ക് കൊടുത്തു. കണ്ടാ നിങ്ങളതാക്കണം എന്നാ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഫഖാല അദ്ദേഹം പറഞ്ഞു ഇലൈക അന്നി പോന്നോർ ലൈസ ഹാദാ മിൻ സുന്നതിക, നീ ഇത് നിന്റെ തെറ്റിൽപ്പെട്ടതല്ല, നിന്റെ സുന്നത്തിൽപ്പെട്ടതല്ല. എന്താ ഇന്നമല്ലംറു സാഹിബി സുൻഇ, ആ പ്രവർത്തനത്തിന്റെ ഉടമയാരാണോ അവൻ്റെ. വലാ മുഅസ്സിറ ഫിൽ വുജൂദി ഗൈറുൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആല അല്ലാതെ വുജൂദിൽ മുഅസ്സിറ ഇല്ല. അതുകൊണ്ട് നീ പൊറ്റാക്കി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആയത്ത് പോവോ? ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലാ, ഒരു കൂട്ടരുത്. യശ്തറൂന എന്ന് പറഞ്ഞാൽ യസ്തബ്ദിലൂന വയഖ്ദൂന എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടാവുന്ന സ്ഥാനത്ത് അത് മാറ്റിയിട്ട് മറ്റൊന്നിനെ പിടിച്ചു എന്നല്ലാണ്ട് കൊടുക്കല് വാങ്ങല് എന്നൊരു കച്ചവടം നടത്തില്ല. അപ്പൊ ഒന്ന് ഉപേക്ഷിച്ച് മറ്റതിനെ സ്വീകരിക്കാൻ എന്താക്കും, ഒരു കച്ചവടത്തിന്റെ സൂറത്താണുള്ളത് കൊണ്ട് അതിനോട് തശ്ബീഹാക്കിട്ട് യശ്തറൂന, അത് അൽബഖറയിൽ കഴിഞ്ഞു പോയി. ഉലൈകല്ലദീന യശ്തറൂ ദലാലത ബിൽ ഹുദാ, ഹിദായത്തോടെ കൈമ കിട്ടിയിട്ടുണ്ട്, അത് ചാടിയിട്ട് ദലാലത്തിന് എന്താക്കി പകരമാക്കി. ബി അഹദില്ലാഹി, അല്ലാഹുവിന്റെ അഹദിന് പകരം, ഐ ബദല മാ അഹദു അലൈഹി മിനൽ ഈമാനി ബിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്നും വൽ വഫാഇ ബിൽ അമാനാത്ത്, അമാനാത്തുകൾ വീട്ടണമെന്നുമുള്ള അള്ളാഹുവിന്റെ കരാറിന് പകരം അവരെന്താ വാങ്ങിയത്? സമനം കലീല്, അതൊക്കെ താൽക്കാലികമായി കിട്ടുന്ന ലാഭം. ചതിച്ചാൽ എന്താക്കും, ഒരു ദിർഹം കിട്ടിയില്ലേ? ദവായിമാനിയും അതാ വബിമാ ഹലഫു ബിഹി മിൻ ഖൗലിഹിം ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു എന്ന അടുത്തൊരു ആയത്ത് വരുന്നുണ്ട്. വഇദ അഖദല്ലാഹു ആ റസൂൽ എന്താക്കണം, നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ള സത്യം ചെയ്തേ. അതാണ് ലതുഅ്മിനുന്ന, തഅ്കീദിന്റെ ലാമ് തുടക്കത്തിലും കൊടുത്തു, ശദ്ദുള്ള നൂന് ലാസ്റ്റും കൊടുത്തു. ലതുഅ്മിനുന്ന ബിഹി, വീണ്ടും വലതൻസുറുന്നഹു, അവിടെ രണ്ട് തഅ്കീദ്. അതാണ് ഐമാൻ. ഇതിന് മാറ്റം വരുത്തിയിട്ടോ സമനൻ ഖലീല എന്ന് പറഞ്ഞ ഖലീലായ സമനിനെ വാങ്ങി ഹുതാമുദ്ദുന്യ, ദുന്യാവിലെ താൽക്കാലികമായ ആനുകൂല്യങ്ങൾ അവർക്ക് അള്ളാഹു കൊടുക്കാൻ വെച്ചെന്താ? ഒന്ന്, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, ആ കൂട്ടർ അൽ മൗസൂഫൂന ബിതിൽക സിഫാത്തിൽ ഖബീഹത്തി, ഈ മോശമായ സിഫാത്തുകൾ കൊണ്ട് മുത്തസിഫായ ആളുകൾ, ലാ നസീബ ലഹും ഫിൽ ആഖിറതി വലാ ഫീ നഈമിഹാ, ആഖിറത്തിലുള്ള നഈമിലും അവർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടുകയില്ല. ഒന്ന്. രണ്ട്, വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു തആല അവരോട് മുണ്ടുകയുമില്ല. എന്തുകൊണ്ടാണ്? ശിദ്ദത്തി ഖളബിഹി വസഖ്തിഹി അലൈഹിം, അവരോട് അല്ലാഹു തആല കഠിനമായി ദേഷ്യം പിടിച്ചതുകൊണ്ടും അവരെ കോപിച്ചതുകൊണ്ടും മുണ്ടൂല. സാധാരണ പറഞ്ഞില്ലേ, ദേഷ്യം പിടിച്ച ആളോട് മുണ്ടൂല. ഇനി വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെക്കൊള്ള നോക്കുക പോലും ചെയ്യൂല. വഹു മജാസുൻ അനിൽ ഇസ്തിഹാനത്തി ബിഹിം വസ്തുഖ്തി അലൈഹിം, അവരെ മേലിൽ അള്ളാഹിന്റെ കോപം മറക്കും, അവർ അല്ലാഹു തആല വില വെച്ചിട്ടില്ല എന്നതിനെ തൊട്ട് മജാസാണ്. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ നോക്കൂല എന്ന് പറഞ്ഞത്. ഇനി വലാ യുസക്കീഹിം ഐ ലാ യുസ്നി അലൈഹിം, അവർക്ക് ഒരു പുകഴ്ത്തി പറയലുണ്ടാകൂല. വലാ യുതഹിറുഹും മിൻ ദനസിദ്ദുനൂബി വൽ ആസാം, ദോഷങ്ങളുടെ മാലിന്യങ്ങളെ തൊട്ടവരെ തസ്കിയത്താക്കൂല. അപ്പൊ സക്കാക്ക് രണ്ടർത്ഥം കൊടുത്തത്. ഒന്ന്, അവരെ എന്താക്കും, പുകഴ്ത്തി പറയല്. മറ്റൊന്നോ തത്ഹീറാക്കല്. രണ്ടുണ്ടാവില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് അലീമായ അദാബുണ്ട് എന്നും പറഞ്ഞു. അപ്പൊ എത്ര ശിക്ഷ? ഒന്ന്, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. രണ്ട്, വലാ യുകല്ലിമുഹുമുല്ലാഹു. മൂന്ന്, വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി. നാല്, വലാ യുസക്കീഹിം. അഞ്ച്, വലഹും അദാബുൻ അലീം. അലീമായ 5 കാര്യം.
കണ്ടോ? വൽ ആയത്തു നസലത്ത് ഫിൽ യഹൂദില്ലദീന ഹർറഫു തൗറാത്ത, തൗറാത്തിനെ ഭേദഗതി വരുത്തിയ കൂട്ടരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത്. വബദ്ദലൂ നഅത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നഅത്തിനെ എന്താക്കിയവർ തിരുത്തി. വഅഖദുൽ നിസ്ബത അലാ ദാലിക, അതിന് കൈക്കൂലിയും വാങ്ങി തിരുത്തി കൊടുത്താൽ എന്താക്കും? സംതിങ് പോക്കറ്റ് മണി ആയിട്ട് കിട്ടും. ആള് വന്നിട്ട് കൊടുക്കും. നിങ്ങൾ കിതാബെല്ലാം വെറുതെപ്പാ മാപ്പിളുള്ള പെണ്ണുങ്ങൾ വായിക്കാൻ ഏതെങ്കിലും കിതാബിലുണ്ടാവും. കുറേ കിതാബുണ്ടല്ല, ഏതെങ്കിലും ഒന്ന് പരുത് നിങ്ങളെ നമുക്ക് കാണൂപ്പ ഇപ്പൊ തൽക്കാലം പിടി. അതാണ് രിഷിബത്ത്. ഇനി മറ്റൊരു തെറ്റാ പറയുന്നത് എന്താണ്? കെട്ടി ഉണ്ടാക്കിയിട്ട് എന്താക്കും? ഒരു കിതാബ് ഉണ്ടാക്കിയിട്ട് തൗറാത്തിന്റെ ഇഞ്ചിലെല്ലാം കൂടെ കൂട്ടിച്ചേർക്കും. എന്നിട്ട് മൊത്തം ഇഞ്ചിലാന്നിട്ട് പറയാം. അതാ وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُمْ بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ وَيَقُولُونَ هُوَ مِنْ عِنْدِ اللَّهِ وَمَا هُوَ مِنْ عِنْدِ اللَّهِ وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ. ഇന്ന മിൻഹും, ആ കൂട്ടത്തിലുണ്ട്, മിനൽ യഹൂദി, യഹൂദികളുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനത്തെ യഹൂദിയാൽ? മുഹദ്ദിഫീന, തൗറാത്തിനെ ഭേദഗതി വരുത്തിയവര്. ലഫരീഖൻ, ഒരു ഫരീഖുണ്ട്. വഇന്ന ലഫരീഖൻ മിൻഹും, ഇന്നാന്റെ ഖബറാണ് ഇത്. ലഫരീഖൻ ഇസ്മ് അതാ കഅബ് ഇബ്നുൽ അശ്റഫ്, മാലിക് ഇബ്നു സൈഫ്, വഅദ്റാബിഹി മറ പോലത്തവർ. യൽബൂന, ലവാ യൽബി എന്നാണ് അത് പേരുണ്ടായത്. യൽബൂന മിനൽ ലജ്ജി, എൻ്റെ മസ്തർ എന്താ ഉണ്ടായാലും ലവിയ് എന്നുണ്ടാവും. ശരിക്കും വാവ് ഉച്ചരിക്കൂലല്ലോ. വാവിനെന്താക്കി? യാഗാക്കിട്ട് മറിച്ചിട്ട് ഇതാ മതി ലയ്യ്. ബഹുവൽ ഫത്തുല്, പിരിക്കുക എന്നാണ്. കോട്ടുക, വളക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ. അൽസിനത്തഹും ബിൽ കിതാബ്, അവർ നാവിനെ വളക്കും. ബിൽ കിതാബ് കൊണ്ട്, അതിന്റെ ഓതൽ കൊണ്ട് എന്താക്കും? വളച്ച് മാറ്റിമറിക്കും. യഥാർത്ഥത്തിൽ ഇറക്കപ്പെട്ടതിൽ നിന്ന് മാറ്റിയിട്ട് മുഹറഫിലേക്ക് വെച്ചു നാവ് കൊണ്ട്, ഖിറാത്തിൽ. എന്തിനാണ്? ലിതഹസബൂഹു, നിങ്ങൾ വിചാരിക്കും ഇതിനെ മുഹറഫിന മിനൽ കിതാബ്, കിതാബിൽ പെട്ട തന്നെയാണ്. അതേ ശൈലിയിൽ തന്നെ വായിക്കലും ബക്കലും ആക്കിയിട്ട് കണ്ടില്ല. അമിനൽ കിതാബി മിൻ ജുംലത്തിഹി, കിതാബിൽ പെട്ടതാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ എന്താകും? അതേ കോലത്തിലാണ് അതിന് പാരായണം ചെയ്തി. എത്തരത്തിൽ വമാ ഹുവ മിനൽ കിതാബ്, ആ തഹരീഫാക്കപ്പെട്ട കാര്യം കിതാബിൽ പെട്ടതല്ല താനും. ഐ വൽ ഹാലു ഇന്നഹു ലൈസ മിന്നു ഫിൽ അംരി എന്നാണ്. നഫ്സുൽ അംർ എന്ന് വേണമെന്നാണ് മാഡു വിചാരിക്കുന്നത്. അവിടെ നഫ്സുന്നുണ്ടാ? നഫ്സുൽ അംറി ലൈസ മിന്നു. യഥാർത്ഥത്തിൽ അവിടെ നഫ്സ് എന്ന് വിട്ടുപോയ മാതിരി ഉണ്ട്. എന്താ ചോദിച്ചേ? ഞാൻ ശരിക്കും ഉൾക്കൊള്ളാത്ത മാതിരി തോന്നുന്നു. ഇനിയോ വയഖൂൽ, അപ്പൊ ഇതിപ്പോ തോന്നിപ്പിച്ചതാ. കിതാബ് ഓതും പോലെ തന്നെ ഇതും അങ്ങോട്ട് ഓതിയിട്ട് എന്താക്കും? ആ ആയത്തിൽപ്പെട്ടതാന്നങ്ങ് തോന്നിക്കും. തിരിയോ? ഇനിയോ അത് തിരിയാത്ത ആളുണ്ടോന്നല്ലേ. എന്നാൽ ഓരോ വ്യക്തമായിട്ടല്ല അവരുടെ വയഖൂലൂന അള്ളാന്റെ പക്കന്നുള്ളത് തന്നെയാണ് എന്താ കൂട്ടി പറയും ചെയ്യും. അപ്പൊ അച്ഛൻ പറ്റാത്തില്ലേ എന്ന് പറഞ്ഞ മാതിരിയായി. ഇല്ല, ഇവിടെ മാത്രം എന്താ അള്ളാന്റെ പക്കെന്നാന്ന് വരണ്ടാവശ്യം വന്നത്? ആ, അച്ഛനെ എന്താ വന്നപ്പോ പത്തായത്തിലില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പത്തായം തുറന്നിട്ട് എന്താക്കി? വന്നാള് വേഗം പിടിച്ചോണ്ട് പോയി. അപ്പൊ ആദ്യം തോന്നിപ്പിച്ചതാണ്. അതാണ് എന്താക്കിയത്? വയഖൂലുന അലാ തരീഖത്തി തസ്രീഹ്, നേരത്തെ സൂചനാരൂപത്തിലാക്കിയതിന് എന്താക്കി? ഒന്നും കൂടെ വ്യക്തമാക്കി. ഹുവ മിൻ ഇൻദില്ലാഹി മുഹറഫ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. മുനസ്സല മിൻ ഇൻദില്ലാഹി, എത്തരത്തിൽ വമാ ഹുവ മിൻ ഇൻദില്ലാഹ്. അപ്പൊ ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു രണ്ട് ശൈലി എടുത്തു. വലൈസ ഹാദൽ മുഹറഫ് മുനസ്സലൻ മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ഇറക്കപ്പെട്ടതല്ല. വലാ ഹുവ മിൻ കലാമിഹി, അല്ലാഹുവിന്റെ കലാമിൽ പെട്ടതുമല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, കളവാണ് പറയുന്നത് എന്ന അറിഞ്ഞതോടുകൂടി തന്നെ എന്താക്കി? അല്ലാഹുവിന്റെ വലിയ കളവ് പറയുന്നു. അയന്നഹും കാദിബൂന വമുഫ്തറൂൻ വഹുവ തഅകീദുൻ വതസ്ദീലുൻ അലൈഹിം ബിൽ കദിബി അലല്ലാഹ്.
അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലുണ്ടാക്കി ഒന്നും കൂടെ തൗക്കീദാക്കി പറഞ്ഞതാണ്. നേരത്തെന്താക്കി വമാഹുവ മിനൽ കിതാബി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായ കിതാബിലില്ലാണ്, കളവാണ്. വമാഹുവ മിൻ ഇൻദില്ലാഹി എന്ന് പറഞ്ഞാലും തിരിഞ്ഞെന്തുണ്ട്, അള്ളാഹിന്റെ പേരിൽ കളവാ പറഞ്ഞു. വീണ്ടും വയഖൂലൂന അലല്ലാഹിൽ കദിബ തൗക്കീദാക്കിയിട്ട് പറഞ്ഞു. വതഅമ്മുദു ഫീഹി വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹുമുൽ യഹൂദ്. ആ കൂട്ടർ ആരാണ്? യഹൂദികളാണ്. ഖദിമു അലാ കഅബ് ബിൻ അഷ്റഫിന്റെ അടുത്തേക്ക് വന്നിട്ട് വഗയ്യറു തൗറാത്ത, തൗറാത്തിനെ അവർ ഭേദഗതിയാക്കി. വകതബു കിതാബൻ, ഒരു കിതാബ് എഴുതി. ബദ്ദലു ഫീഹി സിഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിഫത്തിനെ അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. സുമ്മ അഖദത്ത് ഖുറൈളത്തു മാ കതബു, അവർ എഴുതിയ എന്താക്കി ഖുറൈളക്കാർ സ്വീകരിച്ചിട്ട് ഫഖലത്തുഹു ബിൽ കിതാബ്, ഒറിജിനൽ കിതാബായിട്ട് കൂട്ടിക്കലർത്തി. ഇതാണ് സംഗതിയുള്ളത്. ഇതെല്ലാം അള്ളാഹിന്റെ വക്കന്നാണെന്ന് ഓതുമ്പം മനസ്സിലാക്കിപ്പിക്കും, എന്നല്ല അത് വ്യക്തമാക്കി പറയുകയും ചെയ്യും. നഫ്സുൽ അംർ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ അമ്രൊന്നും പോരാന്ന് നാടല്ല ലാലഹു നഫ്സുൽ അംർ ഞാനുടെ മായബ് എഴുതി കൊടുത്തു. ഇമാറത്ത് കാണുമ്പോൾ മനസ്സിലാക്കല്ല. അവിടെ മുസ്ലിം പിന്നാക്കാണ് വലിയ ആളെന്നൊന്നും പറഞ്ഞ അർത്ഥമൊന്നുമില്ല. ഇനി പറയുന്നു നബിക്ക് നുബുവത്തും കിതാബെല്ലാം കിട്ടിയിട്ട് എൻ്റെ അബദുനാക്കാൻ ജനങ്ങളെ പറ്റൂല. നിങ്ങളുടെ ഒരു കുപ്പായിലിട്ടിട്ട് മുസ്ലിയാർ എനിക്ക് ദിവ്യത്വം കിട്ടിയതെന്ന് ഞങ്ങൾക്ക് പറയാൻ നിർബന്ധം എന്ന് പറഞ്ഞാൽ വാനിയബുദൂനി എന്ന് പറഞ്ഞാൽ എന്താന്ന് എന്നെ ആരാധിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇബാദി നബിനെ ഇബാദ് എന്ന് അർത്ഥം വെക്കേണ്ടത്. നിങ്ങൾക്കൊരു ഒരു മുസ്ലിയാർ വന്ന് അബസവത്തമല്ല എന്ന് പറഞ്ഞാൽ അബസാന്റെ ഫായില് നബിതങ്ങളല്ല, ആ നബിതങ്ങളെ ബഹുമാനിച്ചിട്ടാ പറയുന്നത്. വലീദാന്ന് അബസ. ഞാൻ തഫ്സീറിന്റെ ലമാക്കന്മാർ എല്ലാവരും ഇവിടെയുള്ള 10ഓളം തഫ്സീർ മറിച്ചിട്ട് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഫായില് അബസ്ഥ എന്ന് പറഞ്ഞില്ല, അബസ് നബി എന്നും പറഞ്ഞില്ല, അബസ എന്ന് പേരുകൊണ്ട് മതിയാക്കി. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വരുമ്പോൾ എന്താക്കും, ഈ വിഷയത്തിലാണ് അല്ലാഹു തആല എന്നെ ഇതാബ് ചെയ്തത്, അവിടെ കൂടുതൽ ആദരവ് കൊടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ. അത് മുഫസ്സിറുകൾ ഒന്നൊന്നും ശരിയല്ല, ജലാലൈനിയിലുണ്ട് എന്ന്. നമ്മൾ ജലാലൈനി എടുക്കുക, സഹാബി എടുക്കുക, ജമലും എടുക്കുക, എല്ലാം എടുക്കുക എന്നല്ല. അബസ ഐ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലാലൈനി നിങ്ങൾക്ക് ആളുകളില്ലേ? നബിക്ക് അങ്ങനെ ഉണ്ടാവില്ല, അത് വലീദാണ്. അവന്റെ വലീദ് എവിടെയുള്ളത്? അപ്പൊ ഈ മുഫസ്സിറുകളെ തേച്ചും കളവാക്കിയിട്ട് വേണം അയാൾക്ക് നബി തങ്ങളുടെ ബഹുമാനം ഉണ്ടെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ബഹുമാനില്ല. അവിടെ മനസ്സില്ലാ മനസ്സോടെ മടങ്ങിപ്പോയി. ജലാലൈനി ഉണ്ടെന്ന് പറഞ്ഞപ്പം ജലാലൈനിയും എടുത്ത്, ബഹറുൽ മദീദ് എടുത്ത്. അബസ എന്ന് തങ്ങളെ പറ്റി പറഞ്ഞാല് തെറ്റാന്ന്, തങ്ങൾ എന്താക്കും ഹുലുഖുൻ അദീമുള്ളോളാന്ന്. ഞാൻ ബഹുമാനിച്ചുണ്ടെന്നെങ്കിലും പറഞ്ഞു. അപ്പൊ അതിലാര് വലിയ ദുരിത അവൻ മുഫസ്സിറുകൾ ഇവിടെയുള്ള തഫ്സീർ ഏച്ചു കൊടുത്തല്ല. ഇബ്നു കസീർ എടുത്ത്, ജലാലൈനി എടുത്ത്, നസഫി എടുത്ത്, ബഹറുൽ മദീദ് എടുത്ത്, മആലിമു തൻസീൽ എടുത്ത്, താവി എടുത്തു. ഇവിടെ ഒരു വക തഫ്സീർ 32 തഫ്സീറുണ്ട്. ഇവിടെ ഒരു 10 എടുത്തിട്ടുണ്ടാവും. എല്ലാത്തിനും നബിജു. അതുകൊണ്ടാണല്ലോ ശിഫായിലെ മറുപടിയും കൊടുത്തത്. ഖാദിയാൽ എന്താക്കി അബസ എന്ന് പറഞ്ഞ തങ്ങളെ വെക്കുന്നുണ്ടാകുമോ, അത് ദോഷമായി മാറുമോ എന്ന് ചോദിച്ചേനി. അബസ എന്ന് പറഞ്ഞ അല്ലാഹു തആലാനെ ബഹുമാനിച്ചിട്ട് എന്താക്കി അബസ്ഥ എന്ന് പറഞ്ഞില്ല, ഫായിൽ പറഞ്ഞിട്ടില്ല. ആരോ ഒരാള് ഇപ്പൊ താരീഖാക്കി പറഞ്ഞത്. ഇനി അബസ എന്ന് പറഞ്ഞാൽ നമ്മൻ കാണുമ്പോഴത്തെ അർത്ഥമല്ലല്ലോ. യഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, ദംബ് എന്ന് ദംബം ചെയ്യുന്നത്